ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പെട്ടെന്ന് നിറം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഇത് കറുപ്പിനോടുള്ള ദേഷ്യം കൊണ്ട് ചെയ്യുന്ന വീഡിയോ ഒന്നല്ല. നമ്മൾ ഈ വെയിലെല്ലാം ഏറ്റിട്ട് പുറത്ത് ഇനിയിപ്പോൾ എത്ര വെളുത്ത ആൾക്കാരായാലും കറുത്ത ആൾക്കാരായാലും ഈ വെയിലേറ്റ് വന്നാൽ അവരുടെ മുഖം എന്തായാലും ഒരു നല്ലൊരു കറുപ്പടിച്ച പോലെ ഉണ്ടാവും. ആ ഒരു കറുപ്പ് ആ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മുഖം നിറം വെക്കാനും തിളക്കം വെക്കാനും സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത്. ഞാനിത് വീക്ക്ലി 2 ടൈംസ് ചെയ്യാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം പഴമാണ് കേട്ടോ. നേന്ത്രപ്പഴമാണ് വേണ്ടത്. നിങ്ങളെ വീട്ടിൽ തൊലി കറുത്ത് പോയ പഴമെല്ലാം ഉണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. അത് ഇതേപോലെ ചെയ്ത് നിങ്ങൾ മുഖത്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചെറിയ കഷ്ണം പഴം ഞാൻ നല്ല പഴുത്തവാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടേൻ്റെ വെള്ള മാത്രം, മഞ്ഞ ഇല്ലാണ്ട് വെള്ള മാത്രം ഇട്ട് കൊടുക്കുക. മഞ്ഞ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, പക്ഷേ മഞ്ഞ ഇട്ടാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ആ സ്മെല്ലില്ലാണ്ട് ഇരിക്കണമെങ്കിൽ നിങ്ങൾ വെള്ള മാത്രം യൂസ് ചെയ്യുക. മഞ്ഞ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും മഞ്ഞ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പഴവും മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതെല്ലാം കഴിക്കേണ്ട സാധനമാണോ മുഖത്തെടുത്ത് തേക്കേണ്ടതെന്ന്? നിങ്ങളൊന്ന് മുഖത്ത് തേച്ച് നോക്കുക, അപ്പം കാണാം അതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരട്ടെ. അപ്പോൾ നമ്മുടെ പഴവും മുട്ടയും ഞാൻ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ടാകും കേട്ടോ. മുട്ടേൻ്റെ വെള്ളയും ഒരു ചെറിയ കഷ്ണം പഴം എടുത്താൽ നമുക്ക് മുഖത്തെല്ലാം തേച്ച് കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം അരിപ്പൊടി ഒരു സ്ക്രബായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിത് വീക്കിലി 2 ടൈംസ് ചെയ്താൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് മുഖം തിളങ്ങണം എന്നുണ്ടെങ്കിൽ ആ സമയത്തിൽ നിങ്ങൾക്കിത് ചെയ്യാം. പെട്ടെന്നൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖം ഒന്ന് ചൂട് പിടിപ്പിക്കണം കേട്ടോ. അതായത് നമ്മൾ സാധാരണ ആവി പിടിപ്പിക്കൂലേ, അതുപോലെ സ്റ്റീമർ ഉണ്ടെങ്കിൽ മുഖം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇല്ലാന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം മുഖം ഒന്ന് ആവി കൊള്ളുക. ആ ചൂടുവെള്ളം മുഖത്താവുന്നതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ ആവി കൊള്ളാനാണ് പറഞ്ഞത്. മുഖം ഒന്ന് ചൂട് പിടിക്കുക. 1 മിനിറ്റ് ഒന്ന് ചൂട് കൊള്ളിച്ചാൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ചൂട് കൊള്ളിച്ചാൽ നമ്മുടെ മുഖത്തുള്ള പോർസെല്ലാം ഒന്ന് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് വളരെ എഫക്റ്റീവ് ആവും. അപ്പോൾ തന്നെ നല്ല എഫക്റ്റീവ് ആവും. അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഒന്ന് സ്റ്റീം ചെയ്യുക കേട്ടോ. സ്റ്റീം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചൂടുള്ള മുഖത്താവുകയൊന്നും ചെയ്യരുത്. എല്ലാന്നാണെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ തുണി മുക്കിയിട്ട് മുഖത്തൊന്ന് ചൂട് പിടിപ്പിച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യാൻ അറിയില്ലാത്തവരാണെങ്കിലാണ് ഞാനിത് പറഞ്ഞിരുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ പാക്ക് 2 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റ്. ഇനി നിങ്ങൾക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് ചെയ്താൽ മതി. 3 മിനിറ്റാണ് ശരിക്കും ചെയ്യേണ്ടത്. ഒരു 3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക. അത്ര മാത്രമേ ചെയ്യേണ്ടൂ. നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ 3 മിനിറ്റ് മസാജിങ്ങും ഈ സ്റ്റീമിങ്ങുമാണ് ഇതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾ ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുഖം കഴുകിയിട്ടൊന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ സ്വയം പറയും പെട്ടെന്ന് വന്നിരിക്കുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഒരു സർപ്രൈസ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു 3 മിനിറ്റ് മസാജ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ആ 3 മിനിറ്റ് മസാജ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് മുട്ടയും പഴവും ആയതുകൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്ക്, ഇതൊന്ന് ഡ്രൈ ആയ പോലെ ഇല്ലേ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ ഇത് വെള്ളത്തിൽ ഇതേപോലെ അങ്ങ് കഴുകിക്കളയുക. സാധാരണ വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് കഴുകിക്കളയുന്നത്. കഴുകുമ്പോൾ മെല്ലെ ഒന്ന് മസാജ് കൊടുത്തിട്ട് തന്നെ കഴുകിക്കളയാം. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് മുഖത്ത് വന്നിരിക്കുന്ന ആ ഒരു കരുവാളിപ്പ് അപ്പം തന്നെ മാറിക്കിട്ടും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്. നമുക്ക് പെട്ടെന്നുള്ള ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അല്ലെ പെട്ടെന്നൊരു പാർട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിലെല്ലാം ഒരു ഫേഷ്യലിന് പകരമായിട്ട് നമുക്കിത് ചെയ്താൽ മതി. മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. നല്ലൊരു നിറവും തിളക്കവും എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് തുടച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല ഇത് എത്രത്തോളം റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാണെങ്കിൽ ഞാൻ എൻ്റെ 2 കൈയും വെച്ചിട്ടുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത്. ഇത് നമ്മൾ കയ്യിൽ ചെയ്യുന്നതിലും നമ്മൾ മുഖത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ ഈ 2 കൈകളും വെക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, മറ്റേ കൈനേക്കാളും ഇതിന് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. പക്ഷേ മുഖത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല വിസിബിളായിട്ടുള്ള മാറ്റം തന്നെ കാണാൻ വേണ്ടി പറ്റും ഒറ്റ യൂസിൽ തന്നെ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് വിശ്വാസമായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പഴവും മുട്ടയെല്ലാം എടുത്തിട്ട് ചെയ്താൽ മതി. വെറുതെ സാധനം വേസ്റ്റ് ആക്കാനോ ടൈം വേസ്റ്റ് ആക്കാനോ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്കിത് കണ്ടിട്ട് റിസൾട്ട് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കാണുക. ഇഷ്ടമായാലും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ആ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.